അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കാൻ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോ സെക്കൻഡും ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇന്ന് നേരം വെളുത്തിട്ട് ഈ നേരം വരെയായി ഒരു സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ? സുബഹിക്ക് മുമ്പ് എണീറ്റ് നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് വെള്ളിയാഴ്ചയാണ്, അൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ടോ? നബിയുടെ മേൽ നമ്മൾ ഒരു സലാത്തെങ്കിലും ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി നമ്മൾ ഓതിയിട്ടുണ്ടോ സഹോദരങ്ങളെ? കാരണം ഇതൊക്കെയാണ് നാളെ നമ്മുടെ വിജയത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ. അതല്ലാതെ നമ്മളെ കച്ചവടത്തിൽ എന്ത് സംഭവിച്ചു, നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളെ വണ്ടി നന്നാക്കി കിട്ടിയോ, നമ്മളെ ഫോണ് അത് ഹാങ് ആവുന്നുണ്ടോ, പുതിയ ഫോൺ ഓർഡർ ചെയ്തത് വന്നോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം എവിടെ എത്തി, ഫോളോ അപ്പ് ചെയ്തു, ഇതിനേക്കാളൊക്കെ ഏറെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സെക്കൻഡിൽ മരണപ്പെട്ടാൽ നാളെ എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും, നാളെ വിചാരണയിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, നാളെ എനിക്ക് സ്വർഗമാണോ നരകമാണോ കിട്ടുക എന്ന് ഇവിടുന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അല്ലേ? ഒരു മിനിമം നമ്മളെങ്കിലും നമ്മളെ കുറിച്ച് നമുക്ക് എന്ത് സംഭവിക്കും, എൻ്റെ കർമ്മങ്ങൾ, ഞാൻ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രത്തോളം തഖ്വയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് ഞാൻ കൊടുക്കുന്ന വില എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, എൻ്റെ ജീവിതത്തിലെ നിലപാടുകൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മളെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി പിന്നെ ആരാണ് ആലോചിക്കുക, നമുക്ക് വേണ്ടി ആരാണ് പിന്നെ പണിയെടുക്കുക? അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഈ തളപ്പും ഈ തിളങ്ങലും ഇതെല്ലാം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അവസാനിക്കുന്ന, നമ്മൾ നമ്മളിലേക്ക് മടങ്ങുന്ന, ഈ ദുനിയാവിന്റെ സകല വൈബുകളും അവസാനിച്ചുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന, നമ്മുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ആലോചിക്കുന്ന ഏറ്റവും നിസ്സഹായമായ ചില സെക്കൻഡുകളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനു മുമ്പ് ആർക്കാണ് അത് ആലോചിക്കാനും തയ്യാറെടുക്കാനും ആ തൗഫീഖ് കിട്ടിയത്? അവരാണ് സഹോദരങ്ങളെ വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ് പ്രത്യേകിച്ച് എന്നെയും നിങ്ങളെയും ഒക്കെ ഉണർത്താനുള്ളത്. കാരണം അതിനാണ് പ്രവാചകന്മാർ അവതരിച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. എന്തിനാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്? എല്ലാ സമൂഹങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാണ് സഹോദരങ്ങളെ? എന്തിനാണ്? അല്ലാഹുവിനെ ആരാധിക്കാൻ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളിൽ നിന്ന് അകന്ന് വെടിഞ്ഞു നിൽക്കാൻ, അതിനോട് രാജിയാകാൻ, അതിന് ഇബാദത്ത് കൊടുക്കാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാർക്ക്, ആ മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരമാണ് നൽകിയത് എന്ന് നമ്മൾ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. മൻ റബ്ബുക, മൻ നബിയുക, മൻ ഇമാമുക എന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതിന് നാവ് കൊണ്ടല്ല സഹോദരങ്ങളെ, ജീവിതം കൊണ്ട് നമ്മൾ എന്തു മറുപടിയാണ് പറയുന്നത് എന്നതായിരിക്കും നാളെ ഖബറിലെ മറുപടിയെ ആശ്രയിച്ച് നിൽക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം വളരെ വ്യക്തമായി വന്ന് ഇസ്ലാമിനെ പറ്റി അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു. അത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്താണ് ഇസ്ലാം? എന്താണ്? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമുസ് സ്വലാത്ത വ തുഉതുസ് സകാത്ത വ തുസൂമു റമളാന. അങ്ങനെ 5 കാര്യങ്ങൾ, ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ജിബ്രീൽ നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ സഹോദരങ്ങളെ, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ എന്നൊക്കെ ഹദീസുകളിലൂടെ കൃത്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ഇബാദത്തുകൾ, നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്നത് നമ്മുടെ ആരാധനയാണ്, ഇബാദത്താണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അങ്ങനെ ആരാധിക്കുന്നവർ തന്നെയാണ് നമ്മളിവിടെ ഈ ഹാജറുള്ളവരെല്ലാം തന്നെ ഇന്ന് സുബഹി നമസ്കരിച്ചവരാണ്, കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റവരാണ്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുന്നതിന് 2 നിബന്ധനകളുണ്ട്. നമ്മൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെന്നില്ല. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ഇഖ്ലാസാണ്. അല്ലാഹുവിന് വേണ്ടി മാത്രം, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായ കർമ്മങ്ങളായിരിക്കണം. ഞാൻ നോമ്പ് നോറ്റത്, ഞാനൊരു മുസ്ലിം എന്ന പേരുള്ളത് കൊണ്ട്, എല്ലാവരും നോമ്പ് നോറ്റത് കൊണ്ടാണ് ഞാൻ റമദാനിന് നോമ്പ് നോറ്റത്.
അല്ലെങ്കിൽ എന്റെ കൊളസ്ട്രോൾ ഒന്ന് കുറയാൻ വേണ്ടിയാണ് ഞാൻ നോമ്പ് നോറ്റത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട്, എന്റെ വയറൊക്കെ ഒന്ന് കുറയണം എന്താണ്, അങ്ങനെ ഇന്റർ ഫാസ്റ്റിംഗ് ഇടക്ക് നോമ്പ് നോറ്റാൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ആരോഗ്യ മാസികയിൽ വായിച്ചത് കൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോറ്റതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരിക്കലും കിട്ടൂല. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തതെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനം, ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും സഹോദരങ്ങളെ അതിന്റെ നിയ്യത്ത് ശരിയാക്കണം. അതുകൊണ്ടാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, കർമ്മങ്ങൾ ചെയ്യാനല്ല എനിക്ക് കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുള്ളത്, അതിന്റെ നിയ്യത്ത് ശരിയാക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. ചെയ്ത് നാളെ കർമ്മങ്ങൾ ചെയ്ത് ആ രേഖയിൽ കർമ്മങ്ങൾ കാണാതെ പോകുന്ന ഏറ്റവും വലിയ സങ്കടം നമ്മൾ ഇത്രത്തോളം നമ്മൾ പ്രയാസപ്പെട്ട് അമലുകൾ ചെയ്ത് ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ദീനനുസരിച്ച് ജീവിച്ച് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ രേഖയിൽ ആ കർമ്മങ്ങളൊന്നും കാണാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതൊക്കെ അല്ലാഹു പറത്തിക്കളയുന്ന ധൂളിയായി പോകുന്ന ഒരു നിസ്സഹായാവസ്ഥയേക്കാൾ വലിയ സങ്കടം പിന്നെന്താ ഉള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വരാതിരിക്കണമെങ്കിൽ ഒന്നാമതായി ചെയ്യുന്ന കർമ്മങ്ങൾ ചെറുതാണെങ്കിലും അതിന്റെ എന്താണ് നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ തൃപ്തിയാണോ ഓരോ ഇബാദത്തുകളുടെയും അടിസ്ഥാനം എന്ന് നമ്മൾ പരിശോധിക്കണം, അത് നമ്മൾ ഉറപ്പിക്കണം സഹോദരങ്ങളെ. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളതാണ്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഓരോ ഇബാദത്തുകളും അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് അല്ലാഹുവിന്റെ റസൂൽ നിയോഗിതനായത്. ആ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അത് നമസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, നോമ്പാകട്ടെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. നമുക്ക് അതിൽ റിസർച്ച് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിന്റെ വിഷയത്തിൽ എന്തില്ല, അതിന് അല്ലാഹു കൃത്യമായിട്ട് എന്താണോ പറഞ്ഞത്, എന്താണോ അവിടെ കാണിച്ചു തന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്ത്രീകൾക്ക് ആർത്തമുണ്ടാകുമ്പോൾ നോമ്പേ നോറ്റു വീട്ടേണ്ടതുള്ളൂ, നമസ്കാരം നോറ്റു വീട്ടേണ്ടതില്ല. എന്താ അതിന്റെ ലോജിക്ക്? എന്താ നമസ്കാരം നോറ്റു വീട്ടണമെന്ന് പറയാൻ കാരണം എന്താ? നോമ്പ് നോറ്റു വീട്ടിയാൽ മതി. അത് അല്ലാഹുവിന്റെ നിയമമാണ്, അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അവിടെ ലോജിക്കിന് ഒരു സ്ഥാനമില്ല. നിസ്കാരം സമയബന്ധിതമായ സാധനമാണ്. അതിങ്ങനെ ഒരു നമസ്കാരത്തിന് സമയം കഴിഞ്ഞിട്ട് പിന്നെ ആ നമസ്കാരം നിസ്കരിക്കാൻ എന്തില്ല, അതിലർത്ഥമല്ല. അപ്പൊ എന്താണോ അല്ലാഹു പഠിപ്പിച്ചത്, എന്താണോ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത്, അതാണ് ദീന്. അത് നമ്മൾ ആലോചിച്ചത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതങ്ങനെ ശരിയാവില്ല ഇങ്ങനെ ശരിയാവില്ല എന്നുള്ളതല്ല. അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പോലെയാണ് ദീന് പിന്തുടരേണ്ടത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ഒരു ഇബാദത്ത് പഠിപ്പിച്ചത്, അതേപോലെയാണ് സഹോദരങ്ങളെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റസൂല് കൽപ്പിച്ച പോലെ ആരാധനകൾ നടത്തുമ്പോൾ, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചില അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് കുറെ മെച്ചങ്ങളുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, അല്ലാഹു അനുഗ്രഹങ്ങൾ തുറന്നു തരുമെന്നാണ്. അത് ദുനിയാവിന്റെ വിഭവങ്ങളല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആളുകൾ അനുഗ്രഹവും സന്തോഷമായി മനസ്സിലാക്കണം. എന്താ അറിയോ? ദുനിയാവിന്റെ വിഭവങ്ങൾ വന്നു ചേരലാണ് അനുഗ്രഹം എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഒരിക്കലും അങ്ങനെയല്ല. സന്തോഷം എന്നത് ദുനിയാവ് വർദ്ധിച്ചു കിട്ടുന്നതിലല്ല സഹോദരങ്ങളെ നമ്മുടെ സന്തോഷം എന്നത്. അതുകൊണ്ട് ആകാശഭൂമികളുടെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുമെന്നാണ്. തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു എന്ത് ചെയ്യും? അല്ലാഹു അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും. എന്താണ്? ലൗ അന്ന അഹ്ലുൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ അല്ലാഹു എന്ത് ചെയ്യും? അവർക്ക് തുറന്നു കൊടുക്കും, അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചും അവരെ കാത്തിരിക്കുന്നതാണ്. രണ്ടാമത്തതോ, അമലുകൾ നന്നാക്കും, പാപങ്ങൾ അമലുകൾ നന്നാക്കി തീർക്കാൻ പറ്റും, പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. തുടക്കത്തിൽ ഖുതുബത്തുൽ ഹാജ്ജയിൽ ഞാൻ ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅമാലക്കും. നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ദുനിയാവിലെ സകല പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം തരുന്നുണ്ട്. അല്ലാഹുവിനെ അനുസരിച്ച്, പ്രവാചകനനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? അല്ലാഹു ഒരു എക്സിറ്റ് തരും. ഏത് കൂരാകുടുക്കിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ഒരു എക്സിറ്റ്, ഒരു തുറവി തരുമെന്നാണ്. പിന്നെ അല്ലാഹു എളുപ്പത്തെ തരുമെന്നാണ്. എളുപ്പത്തെ തരും.
സഹോദരങ്ങളെ. അതേപോലെ തന്നെ അവൻ തിന്മകളെ മായ്ക്കും, പ്രതിഫലങ്ങൾ വലുതാക്കി തരും. അജ്റിനെ, പ്രതിഫലത്തെ അവൻ വലുതാക്കുമെന്നാണ്, യുഅള്ളിമാക്കും. പിന്നെ സയ്യിആത്തിനെ അവൻ മായ്ച്ചു കളയുമെന്നാണ്. പാപങ്ങളെ മായ്ച്ച് പ്രതിഫലങ്ങളെ വലുതാക്കി തരും. എങ്ങനെ? തഖ്വണ്ടാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ. അതേപോലെ തന്നെ സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് തരും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ഫുർഖാന, സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് നൽകുമെന്നാണ്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇൽമു നൽകുമെന്നാണ്. ഇൽമു നൽകും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ എന്താണ്? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ നൽകും. വയുംബിദുക്കും ബിഅംവാലിൻ വബനീന, അവൻ സ്വത്തുക്കളും സന്താനങ്ങളെയും അവൻ നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ, അവൻ തോട്ടങ്ങൾ നൽകും. വയജ്അൽ ലക്കും അൻഹാറ, നദികൾ നൽകും. അതായത് കൃഷി, എല്ലാ ദുനിയാവിന്റെ സകല വിഭവങ്ങളെയും അവൻ നിങ്ങൾക്ക് നൽകും. പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചാൽ മതി. അതേപോലെ തന്നെ നല്ലൊരു ജീവിതം, എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഇത് ഒരു ഹയാത്തൻ ത്വയ്യിബത്തൻ നൽകുന്നതാണ്. ഒരു നല്ല ജീവിതം നൽകും. അത് ദുനിയാവിലും ആഖിറത്തിലും അത് അനുഭവിക്കാൻ സാധിക്കും. ഒരു ധന്യമായ മനസ്സ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് നന്ദി കാണിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നല്ല ജീവിതം അള്ളാഹു ദുനിയാവിലും നൽകും. പരലോകത്ത് വിശാലമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് കിട്ടും. പിന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും. ഇതൊക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, ഇഖ്ലാസോടുകൂടി ഇത്തിബാഅോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കാത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ? ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നത്? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തൗഹീദ്, ഒരു ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ വരാതെ, ആരാധനകൾ അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല സഹോദരങ്ങളെ. അല്ലാഹു അല്ലാത്തൊരു ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം വന്നു ചേരുമെന്നോ, അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ ബാധിച്ച പ്രയാസങ്ങൾക്ക് ഒരു അറ്റമുണ്ട, ഒരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ജീവിച്ചവരാകട്ടെ, മരിച്ചവരാകട്ടെ, സാധ്യമല്ല സഹോദരൻ. അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അത് ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന അചഞ്ചലമായ വിശ്വാസവും പ്രവർത്തനവും ജീവിതത്തിൽ ഉണ്ടാകാൻ. അള്ളാഹു അല്ലാത്ത ഈ ബലിയുടെ സമയമാണ്. ബലി പെരുന്നാൾ വരെയാണ്, ബലിയുമായി ബന്ധപ്പെട്ട് ഉള്ള സമയമാണ്. അതുകൊണ്ട് ബലി, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ബലി നൽകുക എന്നത് അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ഈ തൗഹീദിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും അതനുസരിച്ച് ജീവിച്ച് മുവഹിദായി, ഈമാനോടുകൂടെ മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബലിപെരുന്നാൾ കടന്നു വരികയാണ്. ബലികർമ്മത്തിന് ഒട്ടേറെ ശ്രേഷ്ഠതയുണ്ട്. അതിന്റെ ബലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, സാമ്പത്തികമായി ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർബന്ധ ബാധ്യതയാണ്. അത് നിർബന്ധമാണോ, സുന്നത്താണോ, ഫർളാണോ എന്നുള്ള ചർച്ച തന്നെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളേ ഉള്ളൂ. സാമ്പത്തികമായി ശേഷിയില്ലാത്തൊരു ഇടങ്ങേറായിട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബലിയിൽ പങ്കെടുക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്, പറ്റുന്നത് നാട്ടിൽ തന്നെ നമ്മൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ നോർത്ത് ഇന്ത്യയിൽ പൈസ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ നോർത്ത് ഇന്ത്യക്ക് ഇവിടുത്തെ അത്ര വില ആടിന് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വിലയാണ് പോത്തിന്, ഇവിടെ കുറച്ച് അവിടെ ഒരു പോത്തിന് അറക്കണമെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്, കുറച്ചേറെ ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ അറക്കലുണ്ട്. അറക്കണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്താ പറയുക, കായുള്ളവരൊക്കെ ഒന്ന് പെടിയൊന്നാ ഉയർത്താൻ, ഇവിടത്തെ ഒഴിവാക്കിയാണ്ട് അവർക്ക് കൊടുത്തേക്കണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ദീനല്ലേ ഞാൻ പറയുന്നത്. അതാണ് ഇതിൽ ശരി. നമ്മൾ അറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അറക്കല്. അതവിടെ കൊടുത്തയച്ചാൽ അതിനൊരു, ഞാൻ അവിടെ അറക്കുന്നുണ്ടെന്ന് അതിനൊരു പഞ്ചില്ല. നമ്മളിവിടെ അറുത്താലേ അതിനൊരു പഞ്ചുള്ളൂ.
അപ്പൊ നിങ്ങൾ കൊടുത്തോളി നോർത്ത് ഇന്ത്യക്ക്, നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് ഒരു ആടിന് ഇവിടെ ഒരു പജ്ജി നടത്താൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ആടിന് അവിടെ ഒരു പജ്ജി നടത്താൻ. എന്നാൽ അവിടെ മാത്രം ആക്കണ്ട. കാരണം ഒരുവിധം കൈവുള്ളവരൊക്കെ തന്നെയാണ് ഈ 2-3 ഇറക്കാൻ പറ്റുന്നവരാണ് നോർത്ത് ഇന്ത്യ മാത്രം കൊടുത്ത് ഇവിടെ ഇറക്കാതെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വീണ ആളുകൾ എന്ത് ചെയ്യുക, നാട്ടിൽ തന്നെ ഇറക്കാൻ. നല്ല പൈസ ഒക്കെ ഉള്ളവരുമാണെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് 2-3 കൊടുത്തയച്ചാൽ വയനാട്ടിൽക്കും നോർത്ത് ഇന്ത്യക്കും അതിനൊന്നൊരു കുഴപ്പമില്ല, കൂലി കൂടുതൽ കിട്ടും. പഠിച്ചോ നമ്മൾ മനസ്സിലായി ഇപ്പോഴത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, വയനാട്ടിൽക്കും നോർത്ത് ഇന്ത്യക്കും കൊടുത്തയക്കണ്ട എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറുക്കാനുള്ള സാമ്പത്തിക ശേഷിയും തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. ബലി എന്നത് രക്തം അള്ളാഹുവിന് വേണ്ടി ഉയർത്തുക എന്നത് ഒരു ഇബാദത്താണ്. അത് എന്താണ്, വളരെ പുണ്യകരമായ ആരാധനയാണ്. അതിലൊരു മോശത്തിനും തോന്നുന്നില്ല. മറ്റൊരു അവിടെ ബലിയെടുക്കണ്ടല്ലോ, മറ്റൊരു രാമായണത്തിൽ ബലിയെടുത്തണല്ലോ. അങ്ങനെ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ ബലിയെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബലിയെടുക്കേണ്ടതൊന്നുമില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചെന്നതാണ്. അതുകൊണ്ട് അത് ആരാധനയാണ്. അത് ആ ബലിമൃഗം എന്നത് അള്ളാഹുവിന്റെ ചിഹ്നമാണ്. അതിനോട് ആദരവുണ്ടാകുക എന്നത്, ബഹുമാനമുണ്ടാകുക എന്നത്, അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് അത് തഖ്വയുടെ ഭാഗമാണെന്നാണ്. അതൊന്നും ഒരു മോശമായി കാണേണ്ടതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാനുള്ളൊരു തൗഫീഖും മനസ്സും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.